പ്രിയമുള്ളവരെ, ഇപ്പോൾ ഏതായാലും വോട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വോട്ടെണ്ണൽ ദിവസത്തിലേക്ക് നമ്മൾ അടുക്കുകയാണ്. ഒരുപാട് കണക്കൂട്ടലുകളും കൂട്ടിക്കിഴിക്കലുകളും ഓരോരുത്തരുടെയും അറിവിനനുസരിച്ചും ഇമാജിനേഷൻ അനുസരിച്ചും ഇന്ന വോട്ട് ഇന്ന ആളുകൾക്ക് എന്ന് പറഞ്ഞു പോവുകയാണ്. എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം, PV അൻവറിന് ഒരു എഫക്റ്റും ഇല്ല എന്ന് പറഞ്ഞവരും PV അൻവർ പോയിട്ട് CPM-ൻ്റെ രോമം പോയിട്ടില്ല എന്ന് പറഞ്ഞവരൊക്കെ ഇവിടെ ഉണ്ട്. അതൊക്കെ ഒരു ഭാഗത്ത് നിൽക്കുകയാണ്. പക്ഷേ ഒരു എക്സിറ്റ് പോള് കേരളത്തിൻ്റെ അടുത്ത കാല ചരിത്രത്തിൽ ആദ്യമായിട്ട് ഒരു എക്സിറ്റ് പോള് നടത്താനുള്ള ധൈര്യം ഒരു ചാനലും നടത്തിയിട്ടില്ല. എന്തുകൊണ്ടത്? ഒരു ഇഫക്റ്റും ഇല്ലാത്തൊരു മനുഷ്യൻ ഒരു തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചിട്ട് ഈ പറയുന്ന എക്സിറ്റ് പോൾ നടത്താതെ ശേഷിയില്ലാതെ പോയത് വളരെ വ്യക്തമാണ്. രണ്ടാമത്തെ കാര്യം, എനിക്ക് കേരളത്തിലെ 3.5 കോടി ജനങ്ങളോട് പറയാനുള്ളത്, ഇത് അടിച്ചേൽപ്പിച്ചൊരു തെരഞ്ഞെടുപ്പാണ്. ജനങ്ങൾ അതിൽ പ്രതിഷേധത്തിലാണ്. ആ രീതിയിൽ ഇതിനെ ഇലക്ഷൻ ക്യാമ്പയിൻ നടത്തിയവരാണ് ഈ പറയുന്ന LDF-ഉം ചെറുതായിട്ട് UDF-ഉം. പക്ഷേ നിജസ്ഥിതി നേരെ തിരിച്ചാണ്. ജനങ്ങൾ ആവേശപൂർവ്വം ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റെടുത്തിരിക്കുകയാണ്. അതാണ് തെരഞ്ഞെടുപ്പ് പെർസെൻറ്റേജ് കാണുന്നത്. 2021 ഞാൻ മത്സരിച്ചപ്പോൾ ഉണ്ടായ പെർസെൻറ്റേജിൻ്റെ അടുത്തേക്ക് എത്താൻ 76% ആയിരുന്നു 21. 75.37% എന്ന് പറഞ്ഞാൽ 1%-ന് 0.5% കുറവ് ആണ് രേഖപ്പെടുത്തിയത്. അതും ഈ കടുത്ത മഴയിൽ, ഈ കാലാവസ്ഥാ പ്രശ്നങ്ങളിൽ ജനങ്ങൾ എന്തുകൊണ്ട് ഇത്ര അധികം വോട്ട് ചെയ്തു? മറുപടി പറയേണ്ടവർ ഇതിനെ ഗണ്ണിക്കാൻ വേണ്ടി ഞാൻ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞവരാണ്. മാത്രമല്ല, ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പുറത്തുവിട്ടിരിക്കുന്ന കണക്ക് പ്രകാരം 1,74,667 വോട്ടാണ് പോൾ ചെയ്തിട്ടുള്ളത്. എന്നാൽ 2021 പോൾ ചെയ്തത് 1,73,443 എന്ന് പറഞ്ഞാൽ 1,224 വോട്ട് 21-നേക്കാളും ഇപ്പോൾ തന്നെ പോൾ ചെയ്തിട്ടുണ്ട്. രണ്ടാമത്, ഇനി ഇതിൽ പ്രായം ചെന്നവരുടെ വീട്ടിൽ കൊണ്ടുപോയി ചെയ്ത വോട്ടും അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരുടെ വോട്ടും ഇതിലേക്ക് ആഡ് ഓൺ ചെയ്യേണ്ടതാണ്. അപ്പോൾ എവിടെയാണ് ജനം, എങ്ങനെയാണ് ഇത് ഏറ്റെടുത്തത്? ഇത്ര വാശിയോട് കൂടിയിട്ട് ജനം ഇത് ഏറ്റെടുത്തതിൻ്റെ റിസൾട്ട് തിങ്കളാഴ്ച രാവിലെ 10 മണിയാകുമ്പോഴേക്കും നമുക്കറിയാം. മറ്റൊരു അത്ഭുതാവഹമായ കാര്യം നിങ്ങൾക്ക് തന്നെ അറിയാം. എനിക്ക് പിന്തുണ ലഭിച്ചതിൽ ഏറ്റവും കൂടുതൽ പിന്തുണ ലഭിച്ചത് സഹോദരിമാരുടെയും അമ്മമാരുടെയും വോട്ടാണ്. ഇവിടെ പുരുഷന്മാർ വോട്ട് ചെയ്തത് 81,007 വോട്ടാണ് പുരുഷന്മാർ ചെയ്തത്. എന്നാൽ സ്ത്രീ വോട്ട് 93,658 എന്ന് പറഞ്ഞാൽ 12,651 വോട്ട് കൂടുതലാണ് സ്ത്രീകൾ ചെയ്തിട്ടുള്ളത്. പുരുഷനും സ്ത്രീകളും തമ്മിലുള്ള മണ്ഡലത്തിലെ വ്യത്യാസം ഏകദേശം 2000 ചില്ലാൻ സ്ത്രീകൾ കൂടുതലാണ്. അത് ലോജിക്കലായി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ 12,651 സ്ത്രീ വോട്ടർമാർ വോട്ട് വർദ്ധിപ്പിച്ച് കൂടുതൽ വോട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നിജസ്ഥിതി എന്താണ് എന്ന് തലക്ക് ബുദ്ധിയുള്ളവർക്ക് ആലോചിച്ചാൽ മനസ്സിലാവും. ഇവിടെ ഇതിന് തൊട്ട് മുമ്പ് നടന്ന വയനാട് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ്, അതിൽ 61 ചില്ലാനം പെർസെൻറ്റേജ് പോളിംഗ് ശതമാനം രേഖപ്പെടുത്തി, വെറും 61.7. ആ സ്ഥാനത്താണ് 76%-ന് 0.5% കുറവുള്ളതിലേക്ക് ഈ പറയുന്ന വോട്ട് രേഖപ്പെടുത്തിയത്. മാത്രമല്ല, ഈ പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ അതിൽ കുറവ് സ്ത്രീ വോട്ടർമാരാണ്. പെർസെൻറ്റേജ് ഈ പറയുന്നത് 61 എന്ന് പറയുമ്പോൾ 61.7 എന്ന് പറയുമ്പോൾ ഏകദേശം 14% കുറഞ്ഞു. 21 നടന്ന തെരഞ്ഞെടുപ്പിനേക്കാളും വോട്ടർമാർ ഇവിടെ വോട്ട് പോൾ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് PV അൻവർ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് എന്ന വാദഗതി എവിടെയും നിൽക്കുന്നില്ല. PV അൻവർ ഉയർത്തിയ വിഷയങ്ങൾ ആ നാടിലെ ജനങ്ങളുടെ എക്സിസ്റ്റൻസിൻ്റെ പ്രശ്നമായിരുന്നു.
ആ എക്സിസ്റ്റൻസ് കണക്കാക്കിയിട്ടാണ് ഈ ജനങ്ങൾ മുഴുവൻ വന്ന് വോട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ ഈ വന്യമൃഗശല്യവും വന്യമൃഗങ്ങളുടെ കൃഷിനാശവും വലിയ വിഷയം തന്നെയാണ്. നമ്പർ 1 ഇന്ന് വരെ അവർ അഡ്രസ്സ് ചെയ്തിട്ടില്ല. വോട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ പോകും. രാവിലെ വന്ന വാർത്ത പാലക്കാട് ജില്ലയിലെ മുണ്ടൂരിലെ വീട്ടിൻ്റെ മുറ്റത്ത് ഒരു പാവപ്പെട്ട തൊഴിലാളിയെ ആന ചവിട്ടിക്കുന്ന വാർത്തയാണ്. ഇന്നത്തെ മനോരമ പത്രത്തിൽ ഇന്ന് രാവിലത്തെ ഞാൻ ഇപ്പോൾ വായിച്ചുള്ളൂ, ഫ്രണ്ട് പേജിലെ വാർത്ത 4 വയസ്സുള്ള ഒരു കുട്ടിയെ, വാൽപ്പാറ എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയുടെ ബൗണ്ടറിയാണ്, തമിഴ്നാടിൻ്റെ എസ്റ്റേറ്റുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് കിടക്കുകയാണ്. കേരളം തന്നെ വേണമെങ്കിൽ പറയാം. 4 വയസ്സുള്ള കുട്ടിയെ അച്ഛൻ്റെയും അമ്മേൻ്റെയും മുമ്പിൽ നിന്ന് ഇന്നലെ വൈകുന്നേരം 4:30 മണിക്ക് പെട്ടെന്ന് ചാടി വീണ പുലി എടുത്തുകൊണ്ടുപോയി. തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അങ്ങോട്ടാ കൊണ്ടുപോയത് കണ്ടിട്ടില്ല. അപ്പം ഞാൻ ആവർത്തിച്ച് പറയുന്ന വിഷയം ഇതാണ്. കേരളം തുറന്നിട്ട മൃഗശാലയായി കഴിഞ്ഞു. ഒരക്ഷരം മിണ്ടാത്ത മന്ത്രി, ഒരക്ഷരം പ്രതികരിക്കാത്ത മുഖ്യമന്ത്രി. ഈ തെരഞ്ഞെടുപ്പിന് ഞാൻ രാജിവെക്കുന്നതിൻ്റെ പ്രധാന കാര്യമായി ഉന്നയിച്ച വിഷയം ഇവിടെ ഫോറസ്റ്റിൽ കൊണ്ടുവന്ന അമെൻമെൻറ്റ് ബില്ലായിരുന്നു. ഒരു മറുപടി അതിന് പറഞ്ഞിട്ടില്ല. ഒരു മനുഷ്യന് ഈ ഗവൺമെൻറ് വിലയിട്ടിരിക്കുന്ന 10 ലക്ഷമാണ്. ഒരു മനുഷ്യ ജീവന് നിങ്ങൾ മനസ്സിലാക്കണം. മരുമോൻ ഈ പറയുന്ന എന്താ പറയുക, ബേപ്പൂർ ഉത്സവത്തിന് 4 റീലുണ്ടാക്കാൻ 39,40,000 രൂപയാണ്, 60,000 രൂപ എന്ന് പറഞ്ഞാൽ 9,60,000 രൂപ. 9,60,000 രൂപ 2 മിനിറ്റിൻ്റെ റീല് 10ാം ക്ലാസ്സിലെ കുട്ടികളുണ്ടാക്കും. അപ്പം മരുമകന് ഒരു റീലുണ്ടാക്കാനുള്ള 2 മിനിറ്റിൻ്റെ റീലിനും 10 ലക്ഷം. പച്ച മനുഷ്യനെ ഈ മൃഗങ്ങൾ കടിച്ചു തിന്നാൽ അതിനും 10 ലക്ഷം. ഈ വിഷയമാണ് ഇവിടെ അടിസ്ഥാനപരമായി ഉന്നയിച്ചത്. പിന്നെ ഗവൺമെൻറ് വ്യക്തമാക്കാത്ത വലിയൊരു വിഷയം, ഇവിടെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു കടലാസ് വെച്ച് നടക്കും, ഒരു സ്കെച്ച് ഉണ്ടാകും അവരടുത്ത്. ഭൂതക്കണ്ണാടി വെച്ച് നോക്കിയാൽ അത് കാണൂല. ഇവിടെ ഒരു റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. 977 മുമ്പ് പട്ടയം കിട്ടിയവർ, 950 തൊട്ട് ആധാരവും മറ്റു പട്ടയങ്ങളുള്ളവർ. ഈ പട്ടയമുള്ളവരെയാണ് എവിക്റ്റ് ചെയ്യുന്നത്. അവരെന്താ പറയുന്നത്, ഞങ്ങളുടെ രേഖയിൽ ഇങ്ങനെയാണ്. ഒരു കടലാസുമില്ല. ഞാൻ ഈ പറഞ്ഞ കണ്ണുകൊണ്ട് നോക്കിയാൽ, മൈക്രോസ്കോപ്പ് വെച്ച് നോക്കിയാൽ കാണുന്നൊരു സ്കെച്ച്. അപ്പോൾ ഭൂമിയുടെ അവസാന അതോറിറ്റി കേരളത്തിൽ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻ്റ് ആണോ അതല്ല റവന്യൂ അതോറിറ്റി ആണോ എന്ന് സർക്കാർ ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. രാജ്യത്തിൻ്റെ നിയമം അനുസരിച്ച് റവന്യൂ ആണ് ഭൂമിൻ്റെ അവസാന വാക്ക് പറയേണ്ടത്. കേരളത്തിൽ അതുപോലും പറ്റില്ല. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും ഇല്ല. ഇവിടെ PWD റോഡ് ഫോറസ്റ്റ് എൻക്രോച്ച് ചെയ്താൽ അത് എൻക്രോച്ച് ചെയ്തു എന്ന് PWDയിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞാൽ അവരുടെ പേരിൽ കേസെടുക്കുകയാണ്. എല്ലാ റോഡുകളും നിലമ്പൂരിൽ എൻക്രോച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ മാത്രമല്ല, കേരളത്തിൽ ഫോറസ്റ്റിലുള്ളടത്തൊക്കെ ഇതാണ്. അതിനാധാരമായി പറയുന്നത്, ഈ പറയുന്ന PWD ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കയ്യിലെ അടിസ്ഥാന രേഖയ്ക്ക് ഒരു വിലയില്ല. പല തവണ എന്താ പറയുക, മുഖ്യമന്ത്രിക്കും റവന്യൂ മന്ത്രിക്കും കത്ത് കൊടുത്താൽ ഞാൻ നിയമസഭയിൽ ഉന്നയിച്ച വിഷയമാണ്. ഇത്തരം വിഷയങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടുന്നത്. അതിനെ മാറ്റിമറിച്ചുകൊണ്ട് അതിലേക്ക് ശ്രദ്ധ വരാതെ അമേരിക്കയും ഇസ്രായേലും തമ്മിലുള്ള ഏർപ്പാടുകളും അന്തർദേശീയ കാര്യങ്ങളും ഒരു കാര്യം നിലമ്പൂരിലെ ജനങ്ങൾ ചെവി കൊടുത്തിട്ടില്ല. വിരുന്ന് വന്നവരൊക്കെ പോയല്ലോ, എല്ലാവരും പോയി. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. നിങ്ങൾ PV അൻവറിന് ബൂത്തിൽ ആളില്ല, അത് ഇതെന്നൊക്കെ പറയുന്നുണ്ട്. PV അൻവർ ഈ തെരഞ്ഞെടുപ്പ് മത്സരിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ ചിത്രം ഇതുപോലെയൊന്നും ആകുമായിരുന്നില്ല. നമ്മൾ പൂർണ്ണമായും പിണറായി സത്തിനെതിരെ തകർക്കാൻ UDFന് മനസാവാച പിന്തുണ കൊടുത്ത് വന്നെടുത്ത് എൻ്റെ പെടലിക്ക് പിടിച്ച് പുറത്തേക്ക് തള്ളിയതാണ് പ്രതിപക്ഷ നേതാവ്. നിങ്ങൾ കണ്ടതാണ്. ആ ഘട്ടത്തിലാണ് ഇവിടെ ഈ മത്സരത്തെ നേരിടുന്നത്. എന്താ മത്സരത്തിൻ്റെ സ്ഥിതി? 139 MLA ഈ മണ്ഡലത്തിൽ 10-15 ദിവസം അവിടെ കിടന്നുറങ്ങിയില്ലേ? മന്ത്രിമാർ മുഴുവൻ, മുഖ്യമന്ത്രി, അന്യസംസ്ഥാന മുഖ്യമന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിമാർ, കേരളത്തിലെ മുഴുവൻ MP മാർ. ഒരു ബൂത്തിന് എന്ന് പറഞ്ഞാൽ 263 ബൂത്താണ് ഉള്ളത്. ഒരു MLAക്ക് 2 ബൂത്തിന് ചാർജാണ്. ഒരു ബൂത്തിലേക്ക് ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് ഉള്ള ലെവലിലാണ് കേരളത്തിലെ മുഴുവൻ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കേരളത്തിലെ മുഴുവൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമാർ, കോർപ്പറേഷൻ മേയർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാർ. ആരാ ബാക്കി? ഓരോ വ്യക്തിയെയും അപഗ്രഥനം ചെയ്തിട്ട് അവൻ്റെ വീട്ടിൽ പോയി സ്വാധീനിക്കുകയായിരുന്നു. അവിടെ ഈ 4 പാവപ്പെട്ട തൊഴിലാളികളെയും കൊണ്ടിട്ട് PV അൻവർ ഈ പോരാട്ടം നടത്തിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എന്തുകൊണ്ടാണ് ഹാപ്പി ആവുന്നത്? ഇവർ ജനത്തെ വെല്ലുവിളിച്ച്, ആ ജനം തിരിച്ചവരെ വെല്ലുവിളിച്ചു.
നിലമ്പൂരിലെ എല്ലാ വീട്ടിൻ്റെ അടുക്കളയിലും പോയി എന്താ പറയുക കാവലിരുന്ന് കാൽ പിടിക്കുന്ന ഗതികേടിലേക്ക് കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും എം എൽ എമാരും പാർട്ടി നേതാക്കളും എത്തിച്ചു. ജനവില എന്താണെന്നുള്ളത് കാണിച്ചു കൊടുത്തു പി വി അൻവർ. ഞാൻ ജയിച്ച് നിൽക്കുകയാണ്, ഇതിലും വലിയ ജയം ഞങ്ങൾക്ക് എന്താ വേണ്ടത്? അതുതന്നെയാണ് ജയം. പി വി അൻവർ എന്ത് ചുക്ക് ചെയ്യും? 2000 വോട്ട്, 3000 വോട്ട്, പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ 5000 വോട്ട്, കുറച്ച് കഴിഞ്ഞപ്പോൾ 7000 വോട്ട്, ഇപ്പോൾ ഒരു 10,000-ലേക്ക് ഇങ്ങനെ ഞെരുങ്ങി എത്തി നിൽക്കുകയാണ്. ആരെ വെല്ലുവിളിക്കുന്നത്? ജനത്തിനെയാണ്. ഞാൻ അടിവരയിട്ട് പറഞ്ഞു, ഈ തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിനപ്പുറമാണ്, മനുഷ്യരുടെ നിലനിൽപ്പിൻ്റെ പോരാട്ടമാണ്. ആ റിസൾട്ട് ഇവിടെ ഉണ്ടാവും.